അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹലാലായ മുറാദുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ നമുക്കത് നിറവേറിക്കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത്. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഇന്നത്തെ രാവിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ, ഈ എണ്ണം നിങ്ങൾ ചൊല്ലിക്കിടന്നാൽ ഇൻഷാ അല്ലാഹ് എത്ര വലിയ തടസ്സമുള്ള കാര്യമാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അത് എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ, നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്താൽ, റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇന്നത്തെ രാത്രി മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ, ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അന്തി ഉറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ. ഇഹലോകത്തും അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ്. സാമ്പത്തികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, പല കാര്യങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ്. എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമുള്ള ഒരു ജീവിതമാണ്. ജീവിതത്തിൽ വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പലരും ആഗ്രഹിക്കുക എന്നല്ലാതെ പലർക്കും ഇന്ന് ജീവിതത്തിൽ പരാജയമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, പലരും പറയുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ സമാധാനമില്ല എന്ന്, സന്തോഷമില്ല എന്ന്, എന്നും ടെൻഷനോട് കൂടിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് പലരും പറയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സന്തോഷം നിങ്ങളിലാണുള്ളത്. ആരും തന്നെ നമുക്ക് സന്തോഷം കൊണ്ടു നൽകില്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ സന്തോഷം, നമ്മുടെ വിജയം ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സന്തോഷം, നമ്മുടെ വിജയം നഷ്ടപ്പെട്ടു പോകുന്നത് മറ്റുള്ളവർ പറയുന്നതിലും മറ്റുള്ളവരുടെ ജീവിത രീതിയിലും താരതമ്യപ്പെടുത്തുമ്പോഴാണ് പലരുടെയും ജീവിതത്തിൽ വലിയ പരാജയം സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സമാധാനമുണ്ടാകാൻ ഒരിക്കലും മറ്റുള്ളവരുടെ തീരുമാനം നമുക്കൊരിക്കലും എടുക്കാൻ കഴിയില്ല. നമ്മുടെ സ്വന്തം തീരുമാനം, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ നമ്മൾ എന്നാണോ അത് നമ്മൾ നടപ്പിലാക്കുന്നത്, തീരുമാനമെടുക്കുന്നത്, അന്നാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. നമ്മെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത്, ഈ ഭൂമി ലോകത്ത് ജനിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനാണെന്ന്. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് നേട്ടം? നമുക്ക് വിജയമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ദുനിയാവിലും ആഖിറത്തിലും വിജയം, അള്ളാഹുവിൻ്റെ കാവൽ. അതായത് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സന്തോഷം വേണം, സമാധാനം വേണം. സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരെയാണ് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഒരിക്കലും നമ്മൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ്. നമ്മൾ ജനിച്ചത് നമ്മുടെ ഇഷ്ടത്തിനാണ്. എന്നാൽ പലരും അവരുടെ ജനനത്തോടു കൂടി അവർ അത് മറന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ പലരും അവർ എന്തിനാണ് ജനിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടി നടക്കുകയാണ്. അത് കണ്ടെത്താത്തോളം കാലം അവർക്ക് പരാജയമായിരിക്കും ഉണ്ടാകുക. ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകില്ല. മാത്രമല്ല, അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല. എന്നാൽ നേരെ മറിച്ച് ഇന്ന കാര്യത്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്, അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ ഇവിടെ ജനിപ്പിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാൻ, എനിക്ക് ഇവിടെ ചെയ്തു തീർക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്തു തീർക്കണം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നോ, എന്ത് പ്രവർത്തിക്കുന്നോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങളിലൊന്നും കണ്ണുവെക്കാതെ, അതിലേക്കൊന്നും ചിന്ത കൊടുക്കാതെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ മാത്രം നമ്മൾ സന്തോഷം കണ്ടെത്തി നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സമ്പത്തുള്ള ആളുകൾ, ഒരുപാട് പണം ഉള്ള ആളുകൾ, ആഡംബരത്തോടു കൂടി ജീവിച്ച ആളുകൾ, മാത്രമല്ല ഉന്നത പദവിയുള്ള സ്ഥാനമാനങ്ങളുള്ള ആളുകൾ, ഇവരൊന്നും കാലാകാലവും ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. എല്ലാവരും ഈ ഭൂമി ലോകത്ത് നിന്നും മരണപ്പെട്ടു പോകേണ്ടവരാണ്. ഒരു ചെറിയ കാല ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മെ അയച്ചതാണ് ഈ ഭൂമിയിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തിൽ വിജയിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് ഇബാദത്തെടുത്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇഹലോകത്തും വിജയിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനമുണ്ടാകാൻ, നമുക്ക് വിജയമുണ്ടാകാൻ നമ്മൾ ഒരിക്കലും നമ്മുടെ തലച്ചോറ് പറയുന്നതിനെ ഗൗനിക്കരുത്, അത് നമ്മൾ അംഗീകരിക്കരുത്. കാരണം നമ്മുടെ തലച്ചോറ് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവർ എന്ത് പറഞ്ഞോ, അവർ എന്ത് പ്രവർത്തിച്ചു, ഞാൻ എന്ത് കണ്ടു, ഞാൻ എന്ത് മണത്തു, ഞാൻ എന്ത് രുചിച്ചു, ഇതൊക്കെയാണ് തലച്ചോറ് ചെയ്യുന്നത്. സെൻസസ് കൊണ്ടുവന്ന വിവരത്തെ പ്രോസസ്സ് ചെയ്യാൻ മാത്രമേ നമ്മുടെ തലച്ചോറിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പലരും തലച്ചോറിൻ്റെ ഈ പ്രവർത്തനത്തിന് അനുസരിച്ച് ജീവിച്ചിട്ടാണ് പലർക്കും ഇന്ന് ജീവിതത്തിൽ വലിയ പരാജയം സംഭവിക്കുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നത്, മാത്രമല്ല ഹറാമുകൾ ചെയ്യുന്നത്, ഹറാമുകൾ സംസാരിക്കുന്നത്, ഹറാമുകൾ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയും തലച്ചോറിൽ നിന്നും കിട്ടുന്ന സിഗ്നൽ കാരണം നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ മനസ്സുകൊണ്ടാണ്, നമ്മുടെ ഹൃദയം കൊണ്ടാണ്. നമ്മുടെ തലച്ചോറ് നമുക്ക് പല സിഗ്നലും തരും. അതായത് നമ്മൾ നടന്നു പോവുകയാണ്, എന്നാൽ നമ്മുടെ കൺമുമ്പിൽ ഒരു 10 ലക്ഷം രൂപയുടെ പൈസയുടെ കെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ തലച്ചോറ് നമ്മോട് പറയും, ആ പണം എടുത്തോ, നിനക്ക് ഒരു വാഹനം വാങ്ങാം, നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങാം, നിനക്ക് ഒരു ബിസിനസ് തുടങ്ങാം, നിനക്ക് ജീവിതത്തിൽ വിജയിക്കാം, നീ ആ പണം എടുത്തോ എന്നിങ്ങനെ നമ്മുടെ തലച്ചോറ് നമുക്ക് സിഗ്നൽ തന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. എന്നാൽ ആ സമയത്ത് തലച്ചോറിൻ്റെ ആ സിഗ്നൽ നമ്മുടെ ഹൃദയം ആ തീരുമാനമെടുത്ത് നമ്മൾ ആ പണം എടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ ഹറാമാണ് ചെയ്യുന്നത്, ഒരു കളവാണ് നടത്തുന്നത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പലർക്കും അവരുടെ ജീവിതത്തിൽ വിജയമില്ലാത്തത്, സന്തോഷമില്ലാത്തത്, മനസ്സമാധാനമില്ലാത്തത്, മാത്രമല്ല വലിയ മടിയുണ്ടാകുന്നത്. പലർക്കും മടിയുണ്ടാകുന്നത് അവരുടെ തലച്ചോറിൻ്റെ സിഗ്നലിനനുസരിച്ച് അവർ ജീവിച്ചിട്ടാണ്. അതായത് പലരും നാളെ മുതൽ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നാളെ മുതൽ നിസ്കരിച്ച് തുടങ്ങണം എന്നൊക്കെ അവർ തലേ ദിവസം ഉറപ്പിച്ചു വെക്കും, മനസ്സിൽ ഉറപ്പിച്ചു വെക്കും. എന്നാൽ ആ സമയമാകുമ്പോൾ, ദിവസമാകുമ്പോൾ അവർ ജോലിക്ക് പോകില്ല, അവർ നിസ്കരിക്കില്ല, അവർ ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആ സമയത്ത് അവർക്ക് വലിയ മടിയായിരിക്കും. ആ സമയത്ത് അവരുടെ തലച്ചോറ് അവർക്ക് സിഗ്നൽ കൊടുക്കുകയാണ്, അത് ചെയ്യണ്ട, അത് ചെയ്യണ്ട, അത് ചെയ്യണ്ട, വലിയ പ്രയാസമാണ് എന്നുള്ള സിഗ്നൽ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് വലിയ മടിയുണ്ടാകുന്നത്. ആ സിഗ്നൽ അവരുടെ ഹൃദയം, അവരുടെ മനസ്സ് അത് അംഗീകരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും ആ സമയത്ത് നമ്മൾ തലച്ചോറിൻ്റെ സിഗ്നൽ പ്രകാരം നമ്മൾ തീരുമാനമെടുക്കരുത്. നമ്മുടെ ഹൃദയമാണ് തീരുമാനമെടുക്കേണ്ടത്, നമ്മുടെ മനസ്സാണ് അപ്പോൾ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇഹലോകത്തും വിജയിക്കാൻ, ഹറാമ് ചെയ്യാതിരിക്കാൻ, ഒരുപാട് പാപങ്ങൾ കുന്നുകൂടാതിരിക്കാൻ, നമ്മൾ ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ, നമുക്ക് വിജയമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, എല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ തീരുമാനം നമ്മൾ എടുക്കുക, നമ്മുടെ മനസ്സിൻ്റെ തീരുമാനമെടുക്കുക. നമ്മുടെ തലച്ചോറ് നമുക്ക് നൽകുന്ന സിഗ്നൽ അത് നല്ലതാണോ ശരിയാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ തീരുമാനമെടുത്ത് അതുപോലെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരുമാറാകട്ടെ. ഇഹലോകത്തും അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ.
പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് നിങ്ങൾ ഇത് ചെയ്യുക. നിങ്ങളുടെ തലച്ചോറ് ചിലപ്പോൾ നിങ്ങൾക്ക് മടിയുടെ സീനൽ നൽകും. എന്നാൽ ആ തീരുമാനം നിങ്ങൾ എടുക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തീരുമാനത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്യുക. നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ്. ആവശ്യങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയാണ് നമുക്ക് നിറവേറ്റിത്തരുന്നത്. അത് നമുക്ക് നിറവേറ്റിത്തരാൻ അവനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് പറയുക. അള്ളാഹുവിനോട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല എളുപ്പത്തിൽ സ്വീകരിക്കാൻ അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മുറാദ് നിങ്ങൾക്ക് നടന്നു കിട്ടാൻ നിങ്ങൾ എൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് എന്നോട് ചോദിക്കുക എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ ഫലം ഉണ്ട്. എന്നാൽ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ പ്രത്യേക എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ എണ്ണം നമ്മൾ ഈ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിന് വളരെ വേഗം ഫലം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ ഇസ്മു ചൊല്ലിയിട്ട് എത്രയോ ആളുകൾക്ക് അവരുടെ ഉദ്ദേശങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും നടന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഇസ്മു നിങ്ങൾ മറക്കാതെ ചൊല്ലുക. ഏതാണ് ആ ഇസ്മു എന്ന് ഞാൻ പറഞ്ഞു തരാം. യാ മുൻതഖിമു യാ അല്ലാ, യാ മുൻതഖിമു യാ അല്ലാ, യാ മുൻതഖിമു യാ അല്ലാ. ഈ ഇസ്മാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ശിക്ഷിക്കുന്നവനെ, പ്രതികാരം ചെയ്യുന്നവനെ എന്നൊക്കെയാണ്. ഈ ഇസ്മ നിങ്ങൾ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചൊല്ലേണ്ടത് 3000 പ്രാവശ്യമാണ്. 3000 പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട. കാരണം യാ മുൻതഖിമു യാ അല്ലാ, യാ മുൻതഖിമു യാ അല്ലാ എന്നിങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് 3000 പ്രാവശ്യം വളരെ വേഗത്തിൽ ചൊല്ലി തീർക്കാൻ സാധിക്കുന്നതാണ്. ഈ ദിക്ർ ചൊല്ലുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ആ തെറ്റുകളെല്ലാം നീ പുറത്തു തരണേ റബ്ബേ എന്ന് പറയുക. അള്ളാഹുവേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നീ നിറവേറ്റിത്തരണം എന്നും പറയുക എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശേഷം നിങ്ങൾ ഈ ഒരു ഇസ്മ നിങ്ങൾ 3000 പ്രാവശ്യം ചൊല്ലിത്തീർക്കുക. 3000 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലി തീർന്നതിൻ്റെ ശേഷം നിങ്ങൾ ഒരു സുജൂദ് ചെയ്യുക. ഒരു സുജൂദ് അങ്ങ് വെറുതെ ചെയ്യുക. എന്നിട്ട് ആ സുജൂദിൽ കിടന്നിട്ട് വേണം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാൻ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പറയാൻ. സുജൂദിലായിരിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ തെറ്റുകൾ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പല പ്രയാസങ്ങളും പല പരീക്ഷണങ്ങളും നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അവൻ്റെ അടിമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ല. അത്രത്തോളം വലിയ ഇഷ്ടമാണ് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നമ്മോട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മുറാദ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ കാര്യം ചെയ്യുന്നതിലൂടെ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കത് നിറവേറ്റിത്തരും. അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 7 ദിവസമാണ്. ചുരുങ്ങിയത് 7 ദിവസം, അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. 7 ദിവസം ചെയ്യുമ്പോഴേക്കും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.